ശാരിക വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ അന്നശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു മനോഹരമായ കാഴ്ച പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എക്വേറിയം വഴി എസ്കേപ്പ് ആയ ഒരു സസ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് എത്ര പെട്ടെന്ന് നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ പടർന്ന് പിടിച്ചുവെന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് ജസ്റ്റ് ഇവിടുന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. കാരണം ഇത് ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു ചെടിയാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മൾ വയലിലും കുളങ്ങളിലും ഒന്നും കൊണ്ടിടാതിരിക്കുക, അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ നമുക്ക് ഇത് ഒരുപാട് ദോഷവും ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്പാണ് ഈ ഫ്ലവർ കാണാൻ. ഇത് ഒരു 11:30 ആകുമ്പോഴാണ് ഉണ്ടാകുന്നത്, അത് 10 മണിക്കാണ്. പിന്നെ ഇത് 11:30 ആകുമ്പോഴേക്കും മൊത്തം വിരിഞ്ഞിട്ടുണ്ടാവും. സമയത്ത് വരണം, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടിപ്പോവും. പക്ഷേ ഈ ഒരു ഭംഗി കിട്ടില്ല. ഇപ്പോൾ സേവ് ദ ഡേറ്റൊക്കെ ഒരു ട്രെൻഡായി നിൽക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട്. ശരിക്കും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. കബോംബാന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട സസ്യമാണെന്ന് പറയുന്നത്. ഇത് ശരിക്കും എക്വേറിയം വഴി എസ്കേപ്പ് ആയ ഒരു സസ്യമാണ്. നിങ്ങൾ ഒരിക്കലും ഇത് ഇവിടുന്ന് പറിച്ചുകൊണ്ട് അതാ വിടരുന്ന കണ്ടോ. ഒഴുക്കൊക്കെ നിലച്ച് ഭയങ്കര മോശമായ ഒരു അവസ്ഥയിലായിരുന്നു. ഇത് കുറച്ചു മുന്നേ സർക്കാർ പുതുക്കി പണിതാണ്. ഇത് ക്ലീൻ ആക്കിയപ്പോൾ പോയ
ആണല്ലേ? പക്ഷെ ഇത് വെള്ളത്തിന് തടസ്സം ഉണ്ടായിട്ടില്ല. ആ ആ പുഴയിൽ നിറയെ മീനുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുണ്ട്. ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുടേനെ കൊണ്ട് മീൻ പിടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് പിടിച്ചു നോക്കട്ടെ, ഇപ്പം കിട്ടുമോന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരൊറ്റ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. പോയോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.